ശംശിയായി സ്തുതിയായിരിക്കട്ടെ. ലോകത്തെവിടെയാണെങ്കിലും എല്ലാ സുറിയാനി ക്രിസ്ത്യാനികളും അവരവരുടെ ഇടവക ദേവാലയത്തിലായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ദിവസമാണ് ഓശാന ഞായർ. ദേവാലയത്തിൽ നിന്ന് കുരുത്തോല സ്വീകരിക്കാനും ആ കുരുത്തോല വഹിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്താനും ആഘോഷമായി ആനവാതിൽ മുട്ടിത്തുറന്ന് ദേവാലയ പ്രവേശനം നടത്താനുമൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ലോകത്തെവിടെയാണെങ്കിലും അതൊരു വലിയ ഒരു നൊസ്റ്റാൾജിയായി മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഓശാന ഞായർ 2 ചിന്തകളെങ്കിലും നമ്മുടെ മനസ്സിൽ അടുക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഒന്നാമതായി, അറ്റുപോയ ദൈവ മനുഷ്യ ബന്ധത്തെ വിളക്കി ചേർക്കുന്ന ദിനമായി ഓശാനയെ നമുക്ക് മനസ്സിലാക്കാം. പറുദീസായിലാണ് ദൈവ മനുഷ്യ ബന്ധം അറ്റുപോകുന്നത്. വസ്ത്രം അതിനൊരു കാരണമായി എന്നൊരു നിരീക്ഷണമുണ്ട്. കാരണം മനുഷ്യൻ ദൈവകൽപ്പനയിൽ നിന്നകന്ന് തന്നിഷ്ടം പ്രവർത്തിച്ചപ്പോൾ അവന് ലജ്ജയുണ്ടായി എന്ന് തിരുവചനം പറയുന്നു. ലജ്ജ മറയ്ക്കാൻ അവന് തുണയാകുന്നത് ഇലകളും മരച്ചില്ലകളുമൊക്കെയാണ്. അങ്ങനെ ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അകറ്റുന്ന പ്രതീകമായി വസ്ത്രം മാറി എന്ന് പറയാം. ഓശാനയിൽ സംഭവിക്കുന്നത് എന്താ? ദൈവപുത്രൻ്റെ കടന്നുവരവ്. ജനം വഴിയിൽ തങ്ങളുടെ വസ്ത്രവും ഇലകളും മരച്ചില്ലകളുമൊക്കെ വിരിക്കുകയാണ്. അതിൽ ചവിട്ടിക്കയറിയാണ് അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ശരിക്കും പറുദീസായിൽ ഏതു പ്രതീകം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നുവോ അതേ പ്രതീകത്തെ ചവിട്ടിമെതിച്ച് അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു, മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമതായി, ദേവാലയത്തിലെത്തിയ ഈശോ, ആവേശപൂർവമായ സ്വീകരണം കിട്ടിയ ഈശോ, പക്ഷേ ദേവാലയത്തിൽ എത്തിക്കഴിയുമ്പോൾ കലഹിക്കുന്നതായി നമ്മൾ കാണുകയാണ്. അവൻ ചാട്ടവാർ എടുക്കുന്നു. എന്താണ് അവനെ പ്രകോപിപ്പിക്കുന്നത്? ദേവാലയം കച്ചവട സ്ഥലമായി എന്നതാണ്. ഈശോ ദേവാലയത്തിന് കൊടുക്കുന്ന നിർവചനം പിതാവിൻ്റെ ഭവനം എന്നതാണ്. ഭവനം കച്ചവട സ്ഥലമാകുന്നത് അവൻ ഒരിക്കലും സഹിക്കുന്നില്ല. ഭവനത്തിന് സുന്ദരമായ പേര് വീട് എന്നാണ്, കച്ചവട സ്ഥലത്തിന് ചന്ത എന്നും. ചന്തയുടെ ചിന്ത എന്താ? ചന്തയുടെ ചിന്ത ലാഭമാണ്. എങ്ങനെ ലാഭമുണ്ടാക്കാം എന്നത് മാത്രമാണ് ചന്ത ചിന്തിക്കുന്നത്. എന്നാൽ വീട് ചിന്തിക്കുന്നത് എങ്ങനെ നഷ്ടപ്പെടുത്താമെന്നാണ്. കാരണം വീട്ടിൽ നഷ്ടമേ ഉള്ളൂ. വീട്ടിൽ ആരെങ്കിലും ലാഭത്തെപ്പറ്റി ചിന്തിച്ചാൽ വീട് വീടല്ലാതാകും. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലൊക്കെ ലാഭചിന്ത സംക്രമിച്ചാൽ വീട് ചന്തയായി പരിണമിക്കും. ഈശോ പറയുന്നു, വീട് ചന്തയാകരുത്. നമുക്ക് ഓശാനയുടെ നാളിൽ നമ്മുടെ വീടുകളിലേക്ക് ചന്തയുടെ ചിന്തകൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്നൊരു വീണ്ടും വിചാരം കൂടി ഉണ്ടാകുന്നത് നല്ലതല്ലേ? പ്രിയപ്പെട്ടവരെ, ഓശാന നമ്മെ അറ്റുപോയ ദൈവ മനുഷ്യ ബന്ധം വിളക്കി ചേർക്കുന്നതിലേക്കും നമ്മുടെ വീടുകൾ വീടുകളായി നിലനിൽക്കുന്നതിലേക്കും നയിക്കട്ടെ. എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.